ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ളൊരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. സലാമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ സലാമുണ്ട്. ചില വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ വിശേഷം എന്താണെന്നറിയാമോ? ഒടയനെ പിടിച്ചു കെട്ടുന്ന കാലം എന്ന് പറഞ്ഞൊരു ചൊല്ല് മലയാളത്തിലുണ്ട് കേട്ടോ, ഒടയമ്പരാനെ പിടിച്ചു കെട്ടുന്ന കാലം എന്ന്. അല്ലെങ്കിൽ പിന്നെ വേറൊരു ചൊല്ലുണ്ട്, ഈ ഭദ്രകാളീനെ ഭൂതം പിടിച്ചെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. ഏതാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്നലെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കാനുള്ള അവിടെ നിയമസഭയിലുണ്ടായത്. ഇവിടെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ MP രാജേഷ്, ഇവിടെ പാലക്കാട്ടുകാരൻ. ഇപ്പോൾ ഈ ബ്രൂബറി പ്രശ്നമൊക്കെ ഇപ്പോൾ പൊന്തി വന്നല്ല. പാലക്കാട് ഒരു തുള്ളി വെള്ളം മനുഷ്യന്മാർക്ക് കുടിക്കാനില്ല, എങ്കിലും പാലക്കാട്ടിലേക്ക് ഒഴുകി വരണ എന്താണ് അന്തർഭാഗത്തുള്ള ഭൂമിയുടെ അടിത്തട്ടിലുള്ള ആ വെള്ളം മുഴുക്ക ഊറ്റിയെടുത്ത് ബ്രൂവറിക്ക് കച്ചവടം നടത്തിയേക്കാണ് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ പാലക്കാടിൻ്റെ സ്വന്തം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കണ്ടായി, ഇനി കൃഷിയിടത്തിലൊക്കെ കൊണ്ടുപോയി മദ്യം ഒഴിച്ചാൽ മതിയാ, മദ്യം ഒഴിച്ച് കൃഷി ചെയ്താൽ മതിയാന്ന് ചോദിക്കുന്നുണ്ട്. ഈ പാലക്കാടിൻ്റെ കുടിവെള്ള പ്രശ്നം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ മലമ്പുഴ ഡാമിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുക്കുന്ന ഒരു കരാറുണ്ട്. ആ വെള്ളം വരെ ഊറ്റിക്കൊടുത്ത് ബ്രൂവറിക്ക് കൊടുത്ത് കാശ് കച്ചവടം ചെയ്ത് മേടിച്ചേക്കാണെന്ന് മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ കൂട്ടുന്നത് ഈ MP രാജേഷാണ്. മുമ്പ് മദ്യനയത്തിനെതിരെ കേസ് നടത്തിയ DYFIയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഇവർ. അതൊക്കെ പോട്ടെ, അതല്ല പറഞ്ഞു വരുന്നത്, അതല്ല. ഈ രാജേഷ് നമ്മുടെ മന്ത്രിസഭയിൽ, അതായത് നിയമസഭയിൽ സ്പീക്കർ ആയിരുന്നില്ല. ഈ സ്പീക്കർ ആയിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ സ്പീക്കറെ പിണറായി വിജയൻ എന്ത് ചെയ്ത്, കട്ട പിണറായി വശക്കാരനാണല്ല രാജേഷ്. അങ്ങനെ ഈ രാജേഷിനെ പിണറായി വിജയൻ അങ്ങോട്ട് മന്ത്രിയാക്കി, എക്സൈസ് വകുപ്പ് മന്ത്രിയാക്കി. കാരണം പിണറായി വിജയൻ പറഞ്ഞു കേൾക്കണവരെയുള്ള മന്ത്രിയാക്കാൻ പറ്റുള്ളൂ, എന്നാൽ അതിലൊക്കെ കൂടി കൈയിട്ട് പാരാൻ പറ്റുള്ളൂ. ഈ മന്ത്രിക്ക് മേളിൽ വേറൊരു മന്ത്രി ഉണ്ടെന്ന് പറയൂല. സാധാരണ ഈ ഹിന്ദുക്കളൊക്കെ പറയൂലേ, ദേവാദിദേവൻ, ദേവന്മാരുടെ മുകളിലൊരു ദേവൻ, മഹാദേവൻ, പരമേശ്വരൻ, പരമശിവൻ എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും മുകളിലൊരു മന്ത്രി നമുക്ക് ഉണ്ടല്ലോ, മുഖ്യമന്ത്രി. എല്ലാ മന്ത്രിമാരുടെയും വകുപ്പിൽ കൈയിട്ട് പാരാൻ പറ്റണം. അങ്ങനെ പറഞ്ഞു കേൾക്കണ ആരെങ്കിലുമൊക്കെ മന്ത്രിയായിട്ട് കൊണ്ടുവന്നിരുത്തിയാൽ എല്ലാ വകുപ്പിലൊക്കെ കൈയിട്ട് പാരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈ കടത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ രാജേഷിനെ, കട്ട പിണറായി ഫാൻസായ രാജേഷിനെ പിടിച്ചുകൊണ്ടു എക്സൈസ് വകുപ്പ് മന്ത്രിയാക്കി. അപ്പോൾ ഈ നിയമസഭയുടെ സ്പീക്കറായിട്ടിരുന്ന ആളെ മന്ത്രിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അവിടെ ഒരു സ്പീക്കർ വേണ്ടേ? അങ്ങനെയാണ് ഷംസീർ നേരത്തെ മുതൽ ഇടഞ്ഞു നിൽക്കായിരുന്നില്ല. AM ഷംസീർ കട്ട കൊടിയേരി വശക്കാരനായിരുന്നില്ല. കൊടിയേരിയോട് പിണറായി വിജയൻ കൊടിയേരിയുടെ ഈ ശവസംസ്കാര ചടങ്ങിൽ വരെ കാണിച്ച അതായത് ഈ കൊടിയേരിയുടെ ശവസംസ്കാരം കഴിയുന്നതിന് മുന്നേ പിണറായി വിജയൻ പിറ്റേന്ന് ദുബായിക്ക് പോയില്ല, അതുവഴി അമേരിക്കയ്ക്കും പോയില്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊടിയേരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് പോലും വയ്ക്കാണ്ട് പിണറായി വിജയൻ അതിൻ്റെ സംസ്കാരക്രിയ നടത്തിയായിരുന്നുള്ള ആക്ഷേപം ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, എന്നുണ്ട്. ഇത് AM ഷംസീർ സ്പീക്കർ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ പിടിച്ചിട്ടില്ല. അങ്ങനെ രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആ രാജേഷിൻ്റെ സ്ഥാനത്തേക്ക് വന്ന സ്പീക്കറാണ് ഇപ്പോൾ ഉള്ള AM ഷംസീർ സ്പീക്കർ. ഈ ഷംസീർ കോടിയേരി ബാലകൃഷ്ണൻ്റെ വലിയ ആളെന്ന് കണ്ണൂരിലെ ഈ വേണ്ടപ്പെട്ട നേതാവാണ്. പിണറായി വിജയൻ പറഞ്ഞൊന്നും കേൾക്കില്ല കേട്ടോ. അടുത്ത കാലത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ RMP നേതാവ് ഇല്ലേ, RMP രൂപീകരിച്ചതിൻ്റെ പേരിൽ CPM എന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയതിൻ്റെ പേരിൽ ആ ഒരൊറ്റ വൈരാഗ്യം കണക്കിലെടുത്ത് CPM-കാരൊക്കെ കൂടി രാത്രിക്ക് രാത്രി അങ്ങോട്ട് വെട്ടിക്കൊന്നല്ല, 51 വെട്ടി എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ ആകെ 51 അക്ഷരം ഉള്ളൂ. ഈ 51 അക്ഷരം എഴുതി പഠിക്കുന്ന സ്ലേറ്റ് പോലെ 51 വെട്ട് TP ചന്ദ്രശേഖരനെ അങ്ങോട്ട് കാലപുരിക്ക് അയച്ച്. എന്തുകൊണ്ട്? ഈ CPM-ന്ന് പിന്തിരിഞ്ഞ് പോയതിൻ്റെ ഒറ്റ വൈരാഗ്യമാണെന്ന് പറയുന്നത്. ആ കേസൊന്നും പിന്നെ പിണറായി വിജയനിലേക്ക് അല്ലെങ്കിൽ CPM-ൻ്റെ വലിയ ആളുകളിലേക്കൊക്കെ എത്താണ്ടിരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് മുടക്കി വക്കീലിനെ വെച്ച് കേസ് നടത്തി. എന്നിട്ട് കുറേ കൊലപാതകികൾ, അതായത് കൊട്ടേഷൻകാരെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത്, കൊടിസിനി അടക്കമുള്ള കുറേ ആളുകളെ കൊട്ടേഷനാണെന്നും പറഞ്ഞ് ഇവരെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത്, ഇവരാണ് യഥാർത്ഥ കൊലയാളികളെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കണ്ണൂർ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇരട്ട ജീവപര്യന്തവും ഒറ്റ ജീവപര്യന്തമായിട്ട് ഈ കൊലയാളികൾക്ക് ശിക്ഷ വിധിച്ച്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഈ നിയമസഭയിൽ അതായത് MP രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ആ ഒഴിവിലേക്ക് സ്പീക്കറായിട്ട് കടന്നു വന്ന ഷംസീർ ഇപ്പം നിയമസഭാ ചട്ടങ്ങൾ പഴയ സ്പീക്കറിനെ പഠിപ്പിച്ചേക്കുന്നു. ഈ പഴയ സ്പീക്കറിന് പുതിയ സ്പീക്കർ രണ്ടുപേരും CPM-ൻ്റെ ആളുകൾ തന്നെയല്ല. അപ്പോൾ രാജേഷിനോട് പറഞ്ഞ് നിയമസഭയിൽ വലിയ വേഷം കെട്ട് കാണിക്കണ്ട, സ്പീക്കറിൻ്റെ അനുമതി ഇല്ലാണ്ട് ഇവിടെ മൈക്കെടുത്ത് സംസാരിക്കാമെന്നാൽ തോന്നിയവരോടൊക്കെ വർത്തമാനം പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ പേരങ്ങോട്ട് പെട്ട് മൈക്കും ക്യാൻസൽ ചെയ്യുക, ഇനി സംസാരിക്കാൻ മൈക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പണ്ട് ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളങ്ങൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ പറയും, ആ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ പേരൊക്കെ നീ ഒന്ന് എഴുതി വെച്ചങ്ങോട്ടാണെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ തോന്നുന്നവരോടൊക്കെ മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടാട്ടം മുട്ടും, ആ മൈക്ക് ഞാനങ്ങോട്ട് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞ്? ഈ സ്പീക്കർ ഷംസീർ പറഞ്ഞു. ആരോട് പറഞ്ഞു? MP രാജേഷിനോട് പറഞ്ഞു. പഴയ സ്പീക്കറിനോട് പുതിയ സ്പീക്കർ അങ്ങോട്ട് പറഞ്ഞ് പുകിലായ.
അത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. അതായത് ചോദ്യോത്തരവേള നടക്കണം അവിടെ. എന്ത് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യോത്തരവേള? ഇന്ന് ക്രമാതീതമായിട്ട് സമൂഹത്തിൽ ലഹരി ഉപയോഗം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്രമാസക്തരായ പുള്ളങ്ങൾ സ്വന്തം തള്ളേനെയും തന്തേനെയും വരെ തെറി പറഞ്ഞ് ഓടിക്കണ്, അവിടെ വെട്ടിക്കൊല്ലണ്. ജനിപ്പിച്ചതിൻ്റെ പേരിൽ തന്തേനെയും തള്ളേനൊക്കെ പുള്ളങ്ങൾ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാസലഹരിയുടെ ഉപയോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ എം.പി. രാജേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻ മന്ത്രിയായിരുന്ന ഈ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കയറി ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ച്, അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറുടെ അനുമതിയില്ലാണ്ട് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനും പാടില്ല. അങ്ങനെ പൊട്ടിത്തെറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് സ്പീക്കറുടെ അനുമതിയില്ലാണ്ട് ഈ എം.പി. രാജേഷ് മന്ത്രി മറുപടി പറയാനും പാടില്ല. ഇത് ചട്ടലംഘനമാണെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സ്പീക്കർ, പഴയ സ്പീക്കർ, ഇപ്പോഴത്തെ മന്ത്രിയായ എം.പി. രാജേഷിനെ മുഖത്ത് നോക്കി കരണക്കുട്ടിക്ക് ഒരു ഒറ്റടി അങ്ങോട്ട് കൊടുക്കണമല്ലേ പറഞ്ഞത്. മുണ്ടിപ്പോകരുത്. ഈ മാതിരി വേഷം കെട്ട് നിയമസഭയിൽ ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇനി മുണ്ടാനായിട്ട് മൈക്ക് ഉണ്ടാവില്ല, മൈക്ക് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എം.പി. രാജേഷ് പഴയ മന്ത്രിക്ക്, പഴയ സ്പീക്കർക്ക് കാര്യം പിടി കിട്ടി. ബാഗ് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞ് ഇനി അങ്ങയുടെ അനുവാദം വേണ്ടി ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. ക്ഷമ പറയണമെന്ന് പറഞ്ഞ്. ക്ഷമയെ മിറ്റ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്ഷമയല്ല വേണ്ടത്, കാര്യങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്കും അത് ബാധകമാണ്, പ്രതിപക്ഷ കക്ഷികൾക്കും മന്ത്രിമാർക്കും എം.എൽ.എമാർക്കും എല്ലാവർക്കും ഈ നിയമസഭയുടെ ചട്ടം പൊതുവിൽ ബാധകമാണ്, അനുസരണയാണ് വേണ്ടത്. ക്ഷമയല്ല, ക്ഷമ പറയേണ്ട കാര്യമില്ല എന്ന് സ്പീക്കർ അങ്ങനെ പറഞ്ഞു. അതിൽ ഒരു കാര്യം വ്യക്തമാക്കി, ഇങ്ങനെ മുട്ടിന് ക്ഷമ പറഞ്ഞ് ഇവിടെ നിയമലംഘനം നടത്താമെന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അതൊന്നും ഇവിടെ നടക്കൂല. ഞാൻ കരണക്കുറ്റിക്കടിച്ച് നിർത്തിയില്ലെങ്കിൽ മൈക്ക് തരൂല, മുണ്ടാട്ടം മുട്ടിക്കുന്നു അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് രാജേഷ് നിയമസഭയിൽ ഇന്ന് വെട്ടി ബയർത്ത് വെളുത്ത് മോത്തിട്ട് കുത്തിക്കഴിഞ്ഞാൽ ചോരയുണ്ടാവില്ല മോത്തപ്പം. അത്രത്തോളം മഞ്ഞൾ പോലെ വെളുത്ത ആൾ മഞ്ഞച്ച് പോയി, ചോരയില്ലാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ CPM-ൻ്റെ മന്ത്രിനെ തന്നെ, അത് മുൻ സ്പീക്കറായിരുന്ന ഒരാളെ ഇപ്പോഴത്തെ പുതിയ സ്പീക്കർ AM ഷംസീർ നിയമസഭയിൽ നിർത്തിപ്പൊരിക്കണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഉടനെ പിടിച്ചു കെട്ടണ കാലമാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഭദ്രകാളിയെ ഭൂതം പിടിച്ചെന്ന് പറഞ്ഞ അവസ്ഥ തന്നെയായിപ്പോയി. നിയമസഭയിൽ കൊമ്പ് കോർക്കണ 2 യുവസിംഹങ്ങൾ, ആരുടെ CPM-ൻ്റെ 2 സിംഹങ്ങൾ കൊമ്പ് കോർക്കണാണ് നമ്മളവിടെ കണ്ടത്. കാര്യം ശരിയാണ്, പഴയ സ്പീക്കറും പുതിയ സ്പീക്കറും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാര്യമാണ് കണ്ടത്. ഇതിൻ്റെ ഒരു ഹിക്കുമത്ത് വേറെ ഇട്ട് നേരത്തെ പറഞ്ഞു, അതൊന്ന് പൂർത്തിയാക്കാൻ പറ്റിയാൽ വിട്ടുപോയി. TP ചന്ദ്രശേഖരനെ കൊന്ന കാര്യം പറഞ്ഞില്ല. അങ്ങനെ TP ചന്ദ്രശേഖരൻ്റെ മോൻ്റെ കല്യാണം വിളിക്കാനായിട്ട് രമ പിണറായി വിജയൻ്റെ MP ഗോവിന്ദൻ്റെ ഒക്കെ വീട്ടിൽ നേരിട്ട് ചെന്ന് കല്യാണക്കുറി കൊടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാരും പോയില്ല, പോവില്ല. കാരണം ഇവരൊക്കെ കൂടിയാണ് TP ചന്ദ്രശേഖരനെ കൊന്നേക്കണമെന്ന് ഒരു കിംബദന്തി പറഞ്ഞേക്ക് കേൾക്കല്ലേ ഇവിടെ. അങ്ങനെ പറഞ്ഞ് വരുത്തിയേക്കല്ലേ, രമ പറഞ്ഞ് വരുത്തിയല്ല. കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണെന്ന് കണ്ണൂർക്കാർക്കും അവരെ, കണ്ണൂരിലുള്ള CPM-ന് വരെ അറിയാം. ആ സാഹചര്യത്തിൽ പിന്നെ രമയുടെ മോൻ്റെ കല്യാണത്തിന് ഇവന്മാർ പോകും, അച്ഛനെ വെട്ടിക്കൊന്നവർ മോൻ്റെ കല്യാണത്തിന് പോകില്ല. അങ്ങനെ ഒരു ചൊല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് TP ചന്ദ്രശേഖരൻ അന്ന് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളം നടുങ്ങി ബെറിച്ച് ഞെട്ടി നിന്ന്. അതിലും വലിയ ഞെട്ടലായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ മോൻ്റെ കല്യാണത്തിന് വേറൊരു ഞെട്ടലുണ്ടായി. അത് കൂട്ടാന്നറിയാമോ, ഇപ്പോഴത്തെ ഈ സ്പീക്കർ AM ഷംസീർ പിണറായി വിജയൻ്റെ MP ഗോവിന്ദൻ്റെ ഒക്കെ കരണത്ത് അടിക്കണ പോലെ നേരെ ചെന്ന് എവിടെ രമയുടെ മോൻ്റെ കല്യാണത്തിന്, TP ചന്ദ്രശേഖരൻ്റെ മോൻ്റെ കല്യാണത്തിന് അവിടെ ചെന്ന്. അത് വലിയ ഞെട്ടലായി. അപ്പോൾ ഈ CPM-നകത്ത് തന്നെ ഇങ്ങനെയുള്ള വടംവലിയുണ്ട്. കടുത്ത കൊടിയേരി പശക്കാരനായ AM ഷംസീറിനെ മന്ത്രിയാക്കാണ്ട് ഇന്ന് കൊണ്ടുവരുന്ന അവസാനമാണ് രാജേഷ് മന്ത്രിയായി പോയ ഒഴിവിലേക്ക് ആ സ്പീക്കർ സ്ഥാനത്തെങ്കിലും ഇപ്പോൾ പിണറായി വിജയൻ കയറ്റിയിരുത്തിയത്. ആ പിണറായി വിജയനും CPM-നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ളൊരു കനത്തൊരു അടിയാണ് അങ്ങോട്ട് കൊടുത്തത്. എങ്ങനെ രമയുടെ മോൻ്റെ കല്യാണത്തിന് പോയത്, അതിലും വലിയ അടിയാണ് ഇപ്പോൾ ഈ നിയമസഭയിലിട്ട് ഈ MP രാജേഷിനെ തവിട് പൊടിയാക്കി കാട്ടിക്കളഞ്ഞ് സ്പീക്കർ. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കെ, വലിയ ബലസി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും ഞാൻ മൈക്ക് തരൂല്ല. ഇത് ടെന്നീസ് കളിയല്ല, അങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി കളിക്കാൻ ഇത് ഈ നിയമസഭയല്ല. ഇവിടെ ഒരു സ്പീക്കറുണ്ട്, സഭാനാഥനുണ്ട്, എന്നെ എല്ലാവരും അനുസരിച്ചോളണം, ഈ സഭയുടെ ചട്ടവും എല്ലാവരും അനുസരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് MP രാജേഷിൻ്റെ കരണക്കുറ്റിക്ക് ഒരു ഒറ്റ കീറ അങ്ങോട്ട് കൊടുത്തിട്ടാണ് മറുപടി പറഞ്ഞത്. മുണ്ടാട്ടം മുട്ടിപ്പോയി. ക്ഷമയെന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചെറിയ അംഗങ്ങൾ, അതായത് മുതിർന്ന അംഗങ്ങളും സീനിയറും ജൂനിയറും ഒക്കെ ഈ നിയമസഭയുടെ ചട്ടം പാലിച്ചോളണം, ചട്ടം സഭയുടെ നാഥൻ സ്പീക്കറാണ്, എന്നെ അനുസരിച്ചോളണം എന്ന് പറഞ്ഞ് അങ്ങനെ ചമ്മി നാറി രാജേഷ് അവിടെ ഇരുന്ന്. ഇത് തന്നെ സംഭവം. ഇനിയിപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ പറയാട്ടാ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ളൊരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. ഇത് ഒരു പൊതു താല്പര്യമുള്ള വിഷയം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അംഗം എഴുന്നേറ്റപ്പോൾ ഞാൻ ഈൽഡ് ചെയ്തത്. അതെ സാർ, മറന്നു പോകുന്നുണ്ട്, പല അംഗങ്ങളും മറന്നു പോകുന്നുണ്ട്. അദ്ദേഹം അത്
അങ്ങ് ക്ഷമിക്കണം, ഇനി അങ്ങയുടെ അനുവാദത്തോടെ yield ചെയ്യും. ഇല്ല, ക്ഷമയുടെ പ്രശ്നമില്ല, പൊതുവിൽ എല്ലാവരും പാലിച്ചാൽ മതി. അപ്പോ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങ് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചു പോയ ഇതിന്റെ ഉറവിടം തേടിപ്പോയി പിടിച്ച ചില കേസുകളാണ്. അതിലൊന്നാണ് ഹൈദരാബാദിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു ശാല, മയക്കുമരുന്ന് നിർമ്മാണശാല സ്ഥാപിച്ച് മയക്കുമരുന്ന് ഉൽപാദനം നടത്തി വിദേശത്തേക്ക് വരെ കയറ്റുമതി ചെയ്തത്, കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു വെങ്കട നരസിംഹ രാജു എന്ന് പറയുന്ന ശതകോടീശ്വരനും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ്. അയാളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലാണ്. അപ്പോ തൃശൂർ സിറ്റി പോലീസ് അണ്ടമാനിലെ കേരള എക്സൈസ് അന്വേഷിച്ചു പോയി 100 കോടിയുടെ രാസലഹരി നമുക്ക് ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി. നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ആ വിവരം കിട്ടിയത്. എക്സൈസ് സംഘം അവിടെ പോയി